നടക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർ സഹായത്തിനായി ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ട അവസ്ഥ. പുനരധിവാസ പട്ടികയിൽ വലിയ പാകപ്പിഴകളാണ് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത്. ചിലരുടെ പേര് ആവർത്തിച്ചു വരുന്നു. അർഹരായ പലരെയും പേരിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ദീപക്, ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എസ്റ്റേറ്റിൽ പണിയെടുത്തുണ്ടാക്കിയ വീടും സ്ഥലം 40 കൊല്ലം ഞങ്ങൾ പോകുന്ന റോട്ടിൽ മുണ്ടക്കൈ എവിടെ മുകളിലാണ് താമസിക്കുന്നത്? മുണ്ടക്കൈ പുഞ്ചിരി മട്ടം 60 കൊല്ലത്തെ പഴക്കല്ല ആളാണ് ഞാൻ. എന്ത് ലീസ്റ്റാണിത്? ഞാൻ പറഞ്ഞുതരാം. അവിടെ പോയാലും വീടും അവിടെ താമസിക്കണ പേരും എനിക്കറിയാം. മുണ്ടക്കൈ ഫുള്ളായിട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല? ഇല്ല. എൻ്റെ മോളെ പേരും ഇല്ല. 40 കൊല്ലം എസ്റ്റേറ്റിൽ പണിയെടുത്തിട്ടുണ്ടാക്കിയ വീടാണ്. വീടും സ്ഥലവും അത് ഇല്ലെന്നവിടെ. എൻ്റെ വീടില്ല. എന്താ സാറേ, എന്ത് കണക്കാത്? ഒറ്റ രാത്രി മതി ലിസ്റ്റ് എടുക്കാൻ. കൃത്യമായ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞങ്ങള്. ഓരോ വീട്ടു നമ്പർ അടക്കം അവിടെ കൊടുത്തില്ലേ ചോദിച്ചോക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കണേ. വീട്ടു നമ്പർ അടക്കം കറക്റ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കുപ്പത്തൊട്ടിയിലിട്ടിട്ടേ കുട്ടികളെ കൊണ്ട് എടുക്കണ പോലെ കുറെ 191 ആളെടുത്തപ്പോൾ 70 ഡബിൾ എൻട്രിയാണ് വന്നത്. അപ്പോൾ അവർ എവിടെ നോക്കിയിട്ടാണ് ലിസ്റ്റ് എടുത്ത്? ചെറിയ കുട്ടികളെ കൊണ്ടേ കൊടുത്ത ഇതിനേക്കാൾ ക്ലിയർ ആയിട്ട് പോയ കണക്ക് കറക്റ്റ് കിട്ടുമല്ലോ. മേപ്പാടി പഞ്ചായത്ത് 11-ാം വാർഡിൽ എത്ര വീടുണ്ട് എന്നില്ല കണക്ക് കിട്ടും. 12-ലും കിട്ടും, 11-ലും കിട്ടും, 12-ലും കിട്ടും. ഇവിടെ പഞ്ചായത്തിൽ നിന്നും ഓൾ പാർട്ടി മീറ്റിംഗിൽ എല്ലാവരും വന്ന് അംഗീകരിച്ച ലിസ്റ്റ് ഉണ്ട് ഇവിടെ. കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എല്ലാ വാർഡിന്റെയും കറക്റ്റ് ലിസ്റ്റ് ഉണ്ട്. ടാക്സ് അടക്കുന്ന ബിൽഡിങ്ങിന്റെ ഉണ്ട്. കറക്റ്റ് ലിസ്റ്റ് ഇവർക്ക് അറിയാം. ഇത് വന്നിട്ട് ഓരോ വാർഡിൽ നിന്നും പാർട്ടിക്കാരെ വെച്ചിട്ട് ലിസ്റ്റ് അംഗീകരിച്ചതാണ് ഇവിടെ. 2 ദിവസം കഴിഞ്ഞപ്പോൾ സർക്കാർ ഓർഡർ മാറ്റി. പഞ്ചായത്ത് അധികൃതരുടെ മറുപടി എന്താണ്? പഞ്ചായത്തിൻ്റെ ദുരന്ത ബാധിതരുടെ ഒരു ആശങ്കയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ലിസ്റ്റിൽ എങ്ങനെ പേര് ഇവരൊന്നും വരാതിരുന്നത് എന്താ? ഡബിൾ എൻട്രി വന്നത് എന്താ കാരണം? അതിന് മറുപടി എന്താ? ജോയിന്റ് ഡയറക്ടറുടെ മറുപടി എന്താ? ഡബിൾ എൻട്രി വന്നതിനുള്ള കാരണം നമുക്ക് പരിശോധിക്കാം, അത്രേ ഉള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല. ബിക്കോസ് പ്രിപ്പയർ ചെയ്ത സിസ്റ്റം വേറെയാണ്. ഞാൻ സാർ 5 മാസമായില്ലേ, ഇത്ര നാളായിട്ടും ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് അതിന് എന്താണ് കോമ്പറ്റൻ്റ് ആൾക്കാർ പറയട്ടെ. എൻ്റെ റെസ്പോൺസിബിലിറ്റി ഇതാണ്, അത്രേ ഉള്ളൂ. പിന്നെ അർഹതപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. അതായത് ഡബിൾ എൻട്രി മാത്രമല്ല, ഒരു കുടുംബത്തിന് 3 ആളെ പേരുണ്ട്. അത് മാത്രമല്ല, അർഹതപ്പെട്ട ഈ പൊട്ടിയോർന്ന് 10 മീറ്ററോളം അകലല്ലാത്ത വീട് വന്നിട്ടില്ല. ഈ പഞ്ചായത്തിൽ വാർഡിലെ കണക്കൊന്നുമില്ലേ? ഇപ്പൊ കൃത്യമായിട്ട് വാർഡിൽ എത്ര വീടുകൾ ഉണ്ടായിരുന്നു കണക്കെടുക്കാൻ പറ്റിയിട്ട്? അത്തരം കണക്കുകൾ ഉണ്ടായിരുന്നു. എങ്ങനെ ലിസ്റ്റ് ഞാൻ പറയാം. അതിനകത്ത് ഇപ്പോൾ എൻ്റെ അറിവനുസരിച്ച്, അതായത് ഇപ്പോൾ ഇന്നലെ നടന്ന ചർച്ചകളനുസരിച്ച് DDMയിൽ വന്ന ഡിസ്കഷൻ അനുസരിച്ച് പഞ്ചായത്ത് കൊടുത്ത ലിസ്റ്റും റവന്യൂവിൻ്റെ കയ്യിലുള്ള ലിസ്റ്റും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഈ ഫൈനൽ ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അതിലധികമായിട്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ കഴിയും. ഞങ്ങളുടെ കളവാ പറയണത് കയ്യിലുണ്ട്. അതിലുണ്ടെങ്കിൽ ഇത് വരില്ല, ഈ അബദ്ധം വരില്ല. ഞങ്ങളിങ്ങനെ സമരത്തിന് വേണ്ട ആവശ്യമില്ല. പഞ്ചായത്തിന്റെ ലിസ്റ്റ് അംഗീകരിച്ചിട്ട് ഈ ലിസ്റ്റ് നോക്കിയിട്ടല്ലേ സാറ് വന്നിട്ടുണ്ടാകുക? ഈ ലിസ്റ്റ് നോക്കിയിട്ടല്ലേ ഇതിൽ ഡബിൾ ഇത് നോക്കിയിട്ട് വരാ. ഇതിലെ ഒരു മീറ്റിംഗ്, സർക്കാർ മീറ്റിംഗിൽ ഈ ലിസ്റ്റ് ഒന്ന് നോക്കി നോക്കി നിങ്ങൾ. ഡബിളാണ് പേര്. ഡബിൾ എൻട്രി മാത്രം ഞാനിത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഡബിൾ എൻട്രിയാ. ഇതൊക്കെ ഡബിൾ എൻട്രി ആണ്. ഡബിൾ മാത്രമല്ല, ട്രിപ്ലിക്കേഷനും ഉണ്ട്. പുഞ്ചിരിമട്ടത്ത് എൻ്റെ വീട്. ഇതാ, ഞാനും ഇയാളൊക്കെ അയൽവാസികളാ. പുഞ്ചിരിമട്ടത്ത് നമ്മളെ ലിസ്റ്റിലേ അല്ല. ഇനി ലിസ്റ്റിൽ വേണ്ട, എന്നാലും ഒരു അർഹതപ്പെട്ട ലിസ്റ്റ് ഇടേണ്ടവര്. ഇതിങ്ങനെ ചെയ്യാ. ഒരു അർഹതപ്പെട്ട ലിസ്റ്റ് ഇത്ര ആൾക്ക് ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് പിന്നെ അംഗീകരിക്കാം. ഇതങ്ങനല്ല. 191 ആളെടുത്താൽ 70 ആളും ഡബിൾ എൻട്രി. മെമ്പറല്ല. ഇനിയിപ്പോ എന്താ ഇവിടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇതിലിപ്പോ ചെയ്യാനുള്ളത്? ഇവിടെ ഒരു മാസം മുമ്പ് ഞങ്ങൾ എല്ലാ പാർട്ടിക്കാരും കൂടെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു പഞ്ചായത്തിൽ. ആ 502 പേരെ ലിസ്റ്റിൽ ഇവരെല്ലാവരും അംഗീകരിക്കുന്ന ലിസ്റ്റാ. ഈ നിൽക്കുന്ന ഈ ജനങ്ങളൊക്കെ അംഗീകരിക്കുന്ന ലിസ്റ്റാ. ആ ലിസ്റ്റ് പ്രഖ്യാപിക്കുക. എന്തിനാണ് ഈ പ്രഷർ ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഈ രാഷ്ട്രീയം കളിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് വിവേചനം ചെയ്യുന്നത്? ഈ പാർട്ടി ഇവിടെ നമ്മളെല്ലാവരും കൂടെ എടുത്തൊരു ലിസ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ എടുത്തൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് പ്രഖ്യാപിക്കട്ടെ. അതാണ് വേണ്ടത്. ഒന്നാം ഘട്ടത്തിൽ പോയത് നമ്മൾ 502 പേര് ലിസ്റ്റ് ഉണ്ടല്ലോ. ഓൾ പാർട്ടി മീറ്റിംഗിൽ തീരുമാനിച്ച ലിസ്റ്റ് ഉണ്ടല്ലോ. ഒരു ആക്ഷേപമില്ലല്ലോ. ആ ലിസ്റ്റ് ഒന്നാം ഘട്ടത്തിൽ പരിഗണിക്കട്ടെ. അതല്ല നമ്മൾ നേരത്തെ മുതൽ എല്ലാവരും ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസക്കാരല്ല. ഇത് വെറും ആ ലിസ്റ്റ് ഓൾ പാർട്ടി മീറ്റിംഗ് അംഗീകരിച്ച് അത് കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഓർഡർ വരുന്നത് നിങ്ങളെല്ലാവരും കണ്ടതാ. രാജുല എല്ലാവരും കണ്ടതാ. ഇത് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് അംഗീകരിച്ചിട്ട് അതിൽ ആ ഓൾ പാർട്ടി മീറ്റിംഗിൽ ഇവർ തന്ന കുറച്ച് ലിസ്റ്റും കൂടി പോയി അന്വേഷിച്ച് അത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ പിറ്റേന്ന്
തന്നെ അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭരണസമിതി ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ പറഞ്ഞയക്കുകയും ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ഭരണസമിതി കൂടി അംഗീകാരം നൽകിയതിന് ശേഷം ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞതിന് അന്നാണ് ഈ ഓർഡർ വരുന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്ക് നൽകി എന്നിട്ട് സബ് കളക്ടർക്ക്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് പ്രാദേശികമായ ലിസ്റ്റ് തയ്യാറാക്കിയ ലിസ്റ്റും അവിടെ റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ലിസ്റ്റും കളക്ടറുടെ കയ്യിലുണ്ട്. ഇതിൽ ഈ ഉത്തരവിൽ പറഞ്ഞതാ കളക്ടർ കയ്യിലുണ്ടെന്ന്. അതും കൂടി പരിശോധിച്ചിട്ടാണ് പുതിയ കരട് ലിസ്റ്റ് പ്രഖ്യാപിക്കാന്ന് ആര് പറഞ്ഞു? പിന്നെ ഈ ഓർഡറിൽ പറഞ്ഞു. അതിന്റെ ശേഷം ഇവർ ഈ കരട് ലിസ്റ്റ് എടുക്കാൻ മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതി ഒരു ലിസ്റ്റും ആർക്കും കൊടുത്തിട്ടില്ല, പിന്നെ ജില്ലാ കളക്ടർ കൊടുത്തിട്ടില്ല. ഇവര് നമ്മളോട് പഞ്ചായത്തിന്റെ മറുപടി അല്ല ഇവിടെ ഓൾ പാർട്ടി മീറ്റിംഗ് കൂടിയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലിസ്റ്റ് പഞ്ചായത്ത് കളക്ടർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അല്ല, കൊടുക്കണം, നിർബന്ധമായി കൊടുക്കണം. നമ്മൾ അതിനെല്ലാം ഉണ്ടാക്കിയത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നിന്നിട്ടുണ്ടാക്കിയ ലിസ്റ്റാണ്. അത് കൃത്യമായ ലിസ്റ്റാണ്, അത് കൊടുക്കണം. ഇവർ ഓർഡറിന്റെ പേര് പറഞ്ഞിട്ട് കൊടുത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല, കൊടുക്കണം. അവർ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയി ചോദിക്കും. പഞ്ചായത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയി ചോദിക്കും. ഇപ്പോൾ അത് ഒന്ന് പറയട്ടെ. ഇപ്പോൾ ഇവർ പറയുന്നത് വാടക തരുന്നത് എത്ര വാടക തരുന്ന പറയുന്നത്? 6000, 8000, 10,000, 12,000 വാടക കൊടുത്തിട്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. 6000 തരുന്നുള്ളൂ. ബാക്കി കൂലിപ്പണി എടുത്തിട്ടാണ് ഈ ബാക്കി വാടക ഞങ്ങൾ കൊടുക്കുന്നത്. എത്ര കാലം കൊടുക്കാൻ പറ്റും? ഇത് വൈകുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ഓരോ മാസവും നഷ്ടമാണ്. ഞങ്ങളുടെ ആളുകൾക്ക് ഓരോ മാസം നഷ്ടമാണ്, ജോലിയില്ല. അപ്പോൾ ഇത് വൈകാൻ പറ്റില്ല. ഇപ്പോൾ ഒന്ന് പറയാനുള്ള എന്തറിയോ, ഈ ലിസ്റ്റുമായിട്ട് ഒത്തുനോക്കിയിട്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒത്തുനോക്കിക്കൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് ഈ കരട് ലിസ്റ്റ് മാറ്റി 2 ദിവസം കൊണ്ട് പുതിയ കരട് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് തള്ളിക്കളഞ്ഞിട്ട് ഇനി 6 മാസം കാത്തിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കിയ ഓൾ പാർട്ടി മീറ്റിംഗ് ഉണ്ടാക്കിയ ലിസ്റ്റുമായിട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പഞ്ചായത്ത് ഞങ്ങളോട് ചോദിച്ചാൽ പോരാ. ഞങ്ങൾക്ക് ഈ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് അറിയാലോ. 11, 12, 10 കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാലോ. ഇത് വീണ്ടും ഇവരെ കൊണ്ട് ഇതിന് അപേക്ഷ അണിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരി വിളിക്കട്ടെ. ഇവിടെ ഒരു ഭരണസമിതി ഉണ്ടല്ലോ, ഇവിടെ പ്രസിഡന്റിനെ പരിഹരിക്കാൻ ഉദ്ദേശിക്കും. അത് നമുക്ക് പിന്നെ അതോറിറ്റീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവരറിയിക്കട്ടെ. പഞ്ചായത്തിന്റെ 11ാം വാർഡ് കട്ട് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വാർഡ് വിഭജനം വന്നപ്പോൾ ഗവൺമെന്റ് അതിന്റെ ഭയം ക്ലിയർ ആക്കി. പഞ്ചായത്ത് 11ാം വാർഡ് ഉപേക്ഷിച്ചു. അവിടെ കളക്ടറെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു സബ് കളക്ടറുണ്ട്, ശ്രീജിത്തും ബ്രിജുവും കൂടെ പോയിട്ട് നേരിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത് വരണം. 11ാം വാർഡ് വേഗം പൂർണ്ണമായി ഇല്ലാതാക്കി. അത് സർക്കാർ വേഗം നടപ്പിലാക്കി. 11ാം വാർഡ് വേഗം കട്ടാക്കി, അത് നടപ്പിലാക്കി. ഞങ്ങൾ ഇനി എവിടെ പോകണ്ടേ? 11ാം വാർഡ് വേഗം വെട്ടിമുറിച്ച് അതിന് ഒഴിവാക്കി. ഞങ്ങൾ പഞ്ചായത്തിനെ ഒഴിവാക്കി. അതിനെളുപ്പം കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇങ്ങോട്ടുള്ള ഒന്നുമില്ല. സർക്കാരിന്റെ കാര്യം കറക്റ്റ് ചെയ്തു. ഇനി ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇവിടെ 6000 റുപ്യാണ് ഗവൺമെന്റ് വാടക ഇനത്തിൽ കൊടുക്കുന്നത്. എൻ്റെ സുഹൃത്ത് ഇവിടെ സംസാരിച്ചു, 10-12 റുപ്യാണ് കൊടുക്കേണ്ടത്. ബാക്കി തൊഴിലെടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ഇത് നിയന്ത്രിച്ചിരുന്ന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ താമസിച്ച ഒരു ദിവസം വാടക എത്ര അറിയോ? അവർക്ക് ഒരു ദിവസത്തേക്ക് 6000 കൊടുത്തിരുന്നത്. ഞങ്ങളെന്താ വെറും പൊട്ടന്മാരാ? ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് 4 മാസമായിട്ട് ഒരു തീരുമാനം അല്ലെങ്കിൽ എന്താ ചെയ്യാ? 5 മാസമായി. ആ ലോഡ്ജിലൊക്കെ ഇവർ താമസിച്ച പൈസ വൈകി ഞാൻ ബില്ല് വാങ്ങി തരാം. ഞാൻ പറഞ്ഞുതരാം. ഉദ്യോഗസ്ഥന്മാരും മോശക്കാരല്ല സാറേ. നമ്മൾ നല്ലോണം ചേർത്ത് പിടിച്ച ആളുകളാണ് ഉദ്യോഗസ്ഥന്മാര്. പക്ഷെ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരും മോശമൊന്നും പറയുന്നില്ല. പക്ഷെ മോശക്കാരൊന്നുമല്ല. നമ്മൾ പരിഗണിച്ച ഇത് പഞ്ചായത്തിന്റെ ലിസ്റ്റ് അംഗീകരിച്ചാൽ മതി, അത്രേ ഉള്ളൂ വിഷയം. ഇവിടെ പഞ്ചായത്തിൽ കണക്കുണ്ടല്ലോ. പഞ്ചായത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ വീട്ട് നമ്പറും എല്ലാവരും കണക്കില്ല. അതിൽ കൊടുത്താൽ പോരെ. ഈ 11ാം വാർഡ് കട്ടാക്കി. ഇനി ഞങ്ങൾ എവിടെ പോകേണ്ടി? നിങ്ങൾ പറയുന്നോടത്ത് പോവാം. 11ാം വാർഡ് കട്ട് ചെയ്തു. 11ാം വാർഡ് തന്നെ വാർഡ് തന്നെയല്ല. ഞങ്ങൾ എവിടെ പോകേണ്ടി? ആരാൻ്റെ പെരുമ?
പുനരധിവാസം ഉടൻ നടപ്പിലാക്കുക. എല്ലാവരെയും ഉടൻ പുനരധിവസിപ്പിക്കുക. ഒന്നാം ഘട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക. ചൂരൽമല ടൗൺ മുതൽ ഡാം വരെയുള്ള ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തുക. ജനകീയാക്ഷൻ കമ്മിറ്റി സിന്ദാബാദ്. ജനകീയാക്ഷൻ കമ്മിറ്റി സിന്ദാബാദ്. പ്രകടനം സിന്ദാബാദ്. ലിസ്റ്റ് പൂർണ്ണമായി തള്ളിക്കളയുക. ഓൾ പാർട്ടി ലിസ്റ്റ് അംഗീകരിക്കുക.